മാധവൻ കള്ളനാ, ഷേക്കിന്റെ സ്വന്തം കള്ളൻ. പക്ഷെ മാധവൻ കട്ടൊന്നും ഈ ചേക്ക് വിട്ട് ഇതുവരെ പുറത്ത് പോയിട്ടില്ല. मैंने सोचा मेरा पीछे आप है, इसलिए मैंने बोला कुक डालो कुक डालो. ബിബിൻ ജോർജിന്റെ ഒരു സോങ് ഭയങ്കര ഹിറ്റ് ആയിട്ടുണ്ട്. അതിൽ ആടണ കണ്ടാലും പാടണ കണ്ടാലും എന്നുള്ള ബസ്സിലെ ആടണ കണ്ടാലും പാടണ കണ്ടാലും കാണാൻ അഴകുള്ള പെണ്ണിവള കാണുന്നവരെല്ലാരും കണ്ണു പല കാര്യങ്ങളായിരിക്കും ഇങ്ങനെ മൈൻഡിൽ. ഇത്രയും ഗസ്റ്റുകൾ വരുന്നു, അവിടെ നമ്മളെപ്പോലെ ചെറിയൊരു ഒരു ഫാൻ ബോയ്ക്ക് അങ്ങനെ ഒരു അവസരം പുള്ളി തന്നിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നു പുള്ളിക്ക് മാത്രമാണ് അങ്ങനെയൊക്കെ പറ്റുള്ളൂ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത്രയും നമ്മളോട് സ്നേഹം കാണിച്ചിട്ടുണ്ട്. കൊസ്രാക്കുള്ളികൾ എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ മൂവി, അതില് 4 ഹീറോസിൽ ഒരാള് ഞാനാണ്. ഈ ഫിഗർ ചെയ്യാനായിട്ട് വലിയ ബുദ്ധിമുട്ടാ. ഭയങ്കര മെലിഞ്ഞിട്ടാണ് ഞാൻ. അപ്പോ ഒരു 5-6 ഷർട്ടൊക്കെ ഇടും. ആ ഒരു റൂമിൽ വെച്ചിട്ട് ദിലീപേട്ടന്റെ മുമ്പിൽ ഞാൻ കുറച്ച് അന്ന് ചെയ്തിരുന്ന ശബ്ദാനുകരണങ്ങളൊക്കെ. അപ്പൊ ഞാൻ ഒരെണ്ണം പറയുമ്പോ ഇനി അടുത്തത്. ഹലോ ആൻഡ് വെൽക്കം ടു ഇൻഫ്രൈം മീഡിയ. റൈറ്റ്, വണക്കം ആൻഡ് നമസ്കാർ. ഇന്ന് എന്നോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്ന ഒരു സ്പെഷ്യൽ ഗസ്റ്റ് നമ്മുടെ ജനപ്രിയ നായകൻ ദിലീപേട്ടൻ്റെ അതേ ലുക്കുള്ള ഒരാളാണ്. യെസ്, പ്രത്യേകിച്ച് നിലവിൽ നിരവധി കലാവേദികൾ, അതായത് പറഞ്ഞ പോലെ തന്നെ മിമിക്രി ട്രൂപ്പുകളിലും ഒപ്പം തന്നെ നമ്മുടെ മുന്നിലൊക്കെ വ്യത്യസ്തമായ ഫിഗറുകളൊക്കെ ചെയ്യുന്ന ഒരാളാണ്. ദിലീപേട്ടൻ്റെ ഫിഗറാണ് കൂടുതലായിട്ട് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. സോ മറ്റാരുമല്ല, ശ്രീജിത്ത് പേരാമ്പ്രയാണ് ഇന്ന് നമ്മളോടൊപ്പം ഇൻഫ്രൈം മീഡിയയിൽ ജോയിൻ ചെയ്തിരിക്കുന്നത്. ചേട്ടാ നമസ്കാരം ആൻഡ് വെൽക്കം ടു ഇൻഫ്രൈം മീഡിയ. യെസ്, ദിലീപേട്ടൻ അല്ലേ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ചേട്ടനെ കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും പറയും ദിലീപേട്ടന്റെ പോലെയുണ്ട് എന്ന്. അങ്ങനെ എല്ലാവരും പറയാറുണ്ട്. നമ്മളിപ്പോഴും അത് അംഗീകരിച്ചു കൊടുത്തിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ഒരു കാര്യമുണ്ട്, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട്. കാരണം നമ്മളൊരു ഫാൻ ബോയ് ആണ്. പക്ഷേ നമ്മള് പുള്ളിക്കാരനോട് അടുത്ത് പോയി നിൽക്കുമ്പോ നല്ല വ്യത്യാസം ഫീൽ ചെയ്യാറുണ്ട്. അതായത് അങ്ങനെ ഒരുമിച്ച് നിൽക്കുമ്പോ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്, നല്ല വ്യത്യാസങ്ങളുണ്ടല്ലോ. പിന്നെ എന്താ ആൾക്കാർ ഇങ്ങനെയൊക്കെ പറയണെന്ന് നമുക്ക് തോന്നാറുണ്ട്. പക്ഷെ ഇപ്പൊ അടുത്ത് ദിലീപേട്ടായിട്ട് വീണ്ടും ഒരു കൂടിക്കാഴ്ച നമ്മുടെ മിമിക്രി ആർട്ടിസ്റ്റ് അസോസിയേഷന്റെ ജനറൽ ബോഡിക്ക് ദിലീപേട്ടൻ നമ്മുടെ സംഘടനയുടെ രക്ഷാധികാരിയാണ്. അപ്പൊ അവിടെ വന്നപ്പോ കാണാനും സംസാരിക്കാനൊക്കെ. ദിലീപേട്ട ഒപ്പം തന്നെ ഞാനൊരു വീഡിയോ കണ്ടു, ദിലീപേട്ട ഒപ്പം നടക്കുന്നൊക്കെ ഉണ്ട് അതില്. പക്ഷെ എനിക്ക് തോന്നിയില്ല ദിലീപേട്ട ഒരു അനിയനായിട്ട് തോന്നി എനിക്ക്. അപ്പൊ ആരാണ് ആദ്യമായിട്ട് ദിലീപേട്ട ലുക്ക് ഉണ്ട് അല്ലെങ്കിൽ ദിലീപേട്ട പോലെയാണ് കാണാൻ എന്ന് പറഞ്ഞത് ആരാ? അത് വീടിന്റെ അടുത്ത് എൻ്റെ ഒരു സുഹൃത്താണ്, സലീഷ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെയാണ്, കൂട്ടുകാരനാണ്, അന്ന് മുതലേ കൂട്ടുകാരനാണ്. ആള് പറയുമ്പോ പക്ഷെ ആ ഒരാൾ പറഞ്ഞതിന്റെ പിറ്റേ ദിവസം മുതൽ എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. അതെന്താ കാരണം തിരിച്ചറിയുന്നത്? എനിക്ക് തോന്നുന്നു ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്താണ്, പ്രീ ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കുമ്പോഴാണ് ദീപസ്തംഭം മഹാശ്ശേരി എന്ന് പറഞ്ഞിട്ട് ദിലീപേട്ടന്റെ പടം ഇറങ്ങിയത്. പഞ്ചാബി ഹൗസും ദീപസ്തംഭം മഹാശ്ശേരി ചന്ദ്രഗി ദിക്കിലൊക്കെ ആ ടൈമിൽ ഇറങ്ങിയ ചിത്രങ്ങളാണ്. അപ്പൊ അതുവരെ അവനൊരു ഫാൻ ബോയ് ആണ്. അതായത് മിമിക്രിയിൽ നിന്ന് വന്നിട്ടുള്ള ഒരാൾ. ഞാൻ മിമിക്രി ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ പിന്നെ എന്താ പറയാ, എല്ലാ പടങ്ങളും മാനത്തെ കൊട്ടാരം തുടങ്ങി ഭയങ്കര ഇഷ്ടമുള്ള സിനിമകളാണ്. അപ്പൊ ഇങ്ങനെ ഒരു ഫാൻ ബോയ് ആണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോ പുള്ളിക്കാരൻ മീശ ഇല്ലാതെ അഭിനയിച്ച ഒരു സിനിമയാണ് ദീപസ്തംഭം മഹാശ്ശേരി. അന്ന് എനിക്ക് മീശയില്ല. ആ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് അതിലെ പാട്ടുകൾ ഇറങ്ങിയായിരുന്നു, ഭയങ്കര ഹിറ്റായിരുന്നു പാട്ടുകൾ. നിന്റെ കണ്ണിൽ വിരുന്നു വന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പാട്ടുകൾ. അപ്പൊ വെള്ളിയാഴ്ച ദിവസമാണ് അന്ന് ചിത്രഗീതമുള്ളത്. അപ്പൊ അന്ന് ഈ ചിത്രഗീതത്തിൽ ഈ പാട്ട് വന്നപ്പോൾ ശേഷമാണ് എന്റെ ഈ ഒരു ഇതിലേക്ക്, ആ വെള്ളിയാഴ്ച വരെ എന്നോട് ആരും പറഞ്ഞിട്ടില്ല. ആ ഒരു വെള്ളിയാഴ്ചയാണ് എന്നെ ഇങ്ങനെ, അത് പിറ്റേ ദിവസം ശനിയാഴ്ച ഇങ്ങനെ പത്രം വായിച്ച് ഇങ്ങനെ ഒരു വീടിന്റെ മുറ്റത്ത് ഇങ്ങനെ ഇരിക്കുമ്പോ ഈ ഫ്രണ്ട് അതിൽ പോയി ദിലീപ് കൊണ്ട് വിളിച്ചു. അപ്പൊ ഞാൻ എന്നെ തന്നെയാണോ? അപ്പൊ ആ ഫസ്റ്റ് അതാണ് വിളിക്കുന്നത്. എടാ ഇന്നലെ പാട്ട് കണ്ടു, നീ കറക്റ്റ് നിന്റെ പോലെ ഇരിക്കണേന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പോടാ എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് ശനിയാഴ്ച ആയിരുന്നു. അത് ശനി ഞായർ കഴിഞ്ഞ് തിങ്കളാഴ്ച കോളേജിൽ ചെന്നപ്പോ കുറച്ച് പേര് പറഞ്ഞു ഇങ്ങനെ പാട്ട് കണ്ടപ്പോൾ നീ ഒരു കാര്യം ചെയ്യും നീ. അപ്പൊ ഞാൻ അന്ന് പടം വരെയുണ്ട്, ഡ്രോയിങ്ങും ഞാൻ പതുക്കെ ഒന്നും പഠിച്ചിട്ടില്ല, പോയിട്ട് ഡ്രോയിങ്ങും ചെയ്യും, കുറച്ച് മിമിക്രി ചെയ്യും. ആർട്സ് ഡേ ഒക്കെ വരുമ്പോൾ മിമിക്രി ചെയ്യും. സ്കൂളിൽ അല്ല ക്ലാസ്സിൽ ഇരിക്കുമ്പോ ഇങ്ങനെ എന്താ പറയാ പടം വരച്ചിങ്ങനെ ഓരോരുത്തർക്കൊക്കെ ഇങ്ങനെ കൊടുക്കും. രണ്ടും എന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഞാൻ ഏത് തെരഞ്ഞെടുക്കണം എന്നൊരു തീരുമാനത്തിലേക്ക് ഏതെങ്കിലും ഒന്നിൽ കോൺസെൻട്രേറ്റ് ചെയ്യാന്നുള്ളൊരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോഴാണ് എന്റെ ഫ്രണ്ട്സ് എന്നോട്, കോളേജിലെ ഫ്രണ്ട്സ് ആണ് പറഞ്ഞത്, നീ ഒരു കാര്യം ചെയ്തോ, നീ മിമിക്രി തെരഞ്ഞെടുക്കുക. എന്നിട്ട് ഈ ലാലേട്ടന്റെ ഒക്കെ അന്ന് സ്ഫടികത്തിലേക്ക്
വേഷങ്ങൾ ചെയ്തിട്ട് ആൾക്കാർ കയ്യടി മേടിക്കുന്നുണ്ട്. ഫിഗർ, അത് ഫിഗർ എന്നൊന്നും പറയാൻ അറിയില്ല. അപ്പൊ അതുപോലെ നീ ദിലീപേട്ടന്റെ ചെയ്ത് കഴിഞ്ഞാൽ സക്സസ് ആവും. കാരണം ലാലേട്ടന്റെ ഒക്കെ അങ്ങനെ കയ്യടി കിട്ടുന്നുണ്ട് അതേ വേഷത്തിൽ. അപ്പൊ ഇത് ചെയ്ത് നീ മിമിക്രിയിൽ കുറച്ചാൾ കഴിയുമ്പോൾ നീ വണ്ണമൊക്കെ വെച്ച് കഴിയുമ്പോൾ അതുപോലെ ആയിക്കോളും എന്ന് പറഞ്ഞിട്ട് സപ്പോർട്ട് ചെയ്യാൻ ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു വാക്കുകൾ ശരിക്കും ഇൻസ്പയർഡ് ആയി. പിന്നെ അവിടുന്ന് പക്ഷെ എന്നിട്ടും ഈ ഫിഗർ ചെയ്യാനായിട്ട് വലിയ ബുദ്ധിമുട്ടാ. ഭയങ്കര മെലിഞ്ഞിട്ടാണ് ഞാൻ. അപ്പോ ഒരു 5-6 ഷർട്ടൊക്കെ ഇടും. 6 ഷർട്ടോളം ഇട്ടിട്ടുണ്ട് ഞാൻ. പിന്നെ ഈ കവളൊക്കെ ഇങ്ങനെ ഒട്ടിയിരിക്കുക. ഈ പഴത്തിന്റെ 2 കഷ്ണം വെച്ചിട്ട് ഗ്ലാസ് വെച്ച് എയറൊക്കെ വെച്ച് ഒരു കണക്കിന് കുറെ നേരം എടുക്കും ഈ വേഷം മാറാനായിട്ട്. അപ്പൊ ഏതെങ്കിലും ഒരു പാട്ടൊക്കെ ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് എന്നിട്ട് വരുമ്പോ കൈയടി കിട്ടും. എന്നിട്ട് ഈ എന്നെ പരിചയപ്പെടാൻ വേണ്ടി ബാക്കിൽ വരുമ്പോ ആൾക്കാർ ഞാൻ വീണ്ടും ആ വേഷം കഴിച്ച് നിൽക്കുമ്പോ ആരാ ദിലീപേട്ടന്റെ ചെയ്തു തരാന്ന് നോക്കുമ്പോ ഞാനാന്ന് പറയുമ്പോ നിങ്ങളായിരുന്നാ, എന്തൊരു കോലം അത്, അവിടെ വന്നപ്പോ അടിപൊളിയായിരുന്നിട്ട്. അതൊക്കെ ഞാൻ പറഞ്ഞു അതൊക്കെ ഒരു വെച്ച് കണ്ടു. പിന്നെ കുറെ നാൾ കഴിയുമ്പോ അതുപോലെ ആവും. ഇപ്പൊ ഇതിങ്ങനെയാണ് എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറെ വേദികൾ, അങ്ങനെ നിരവധി വേദികളിൽ ചേട്ടൻ ദിലീപേട്ടന്റെ ഫിഗർ ചെയ്തു. ദിലീപേട്ടന്റെ മുന്നിൽ ദിലീപേട്ടന്റെ ഫിഗർ ചെയ്യാനുള്ള അവസരം കിട്ടിയിട്ടുണ്ടായിരിക്കും. അതെ, ആ ഒരു ഫിഗർ ചെയ്യാൻ അവസരം കിട്ടിയത് വലിയൊരു കഥയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നമ്മൾ ഈ ഫിഗർ ചെയ്യുമ്പോൾ നമ്മളോട് ചോദിക്കുന്ന ചോദ്യം, നീ ദിലീപേട്ടന്റെ മുമ്പിൽ ഇത് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കും. ഇല്ല, ഭയങ്കര വിഷമത്തോടെ പറയും. അതൊരു ചോദ്യ ചിഹ്നമായിട്ട് ഇങ്ങനെ നിൽക്കാണ്. അങ്ങനെ ഒരു ഞാൻ ഏഷ്യാനെറ്റ് കോമഡി സ്റ്റാറിലാണ് ഫസ്റ്റ് മീഡിയയിൽ ഫിഗർ ചെയ്യുന്നത്. അതായത് സല്ലാപത്തിലെ പൊന്നിൽ കുളിച്ചിരുന്ന ചന്ദ്രിയാവസ്ഥ ജൂനിയർ രജിസ്റ്റേഴ്സ്, അത് അത്യാവശ്യം രജിസ്റ്റർ ആയിട്ട് എല്ലാവരും പറഞ്ഞടാ അടിപൊളിയാണ്. അതുവരെ ഈ ഫിഗർ ഇന്ന് അംഗീകരിക്കാത്തവർ പോലും പറഞ്ഞു എടാ ഇത് ഓക്കെയാണ് എന്ന് പറഞ്ഞു. അതുവരെ ഒരാൾ പറയുമ്പോ അതൊന്നുമില്ല അവനാ അവര് പോലും അതിനെ അംഗീകരിച്ചത് ആ ഒരു ഷോയിലാണ്. ഈ ഷോ കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും പല പല വേദികളിലൊക്കെ ചെയ്തു. പക്ഷെ പുള്ളിക്കാരന്റെ മുമ്പിൽ ചെയ്യാന്നുള്ള ഒരു സ്വപ്നമായിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ആ സമയത്ത് എനിക്ക് പഴനി പോയിട്ട് തല മൊട്ടടിക്കാന്നൊരു വഴിപാടുണ്ടായിരുന്നു വേറെ. അപ്പൊ അത് ഞാൻ പോയി തല മൊട്ടടിച്ച് വന്ന് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞു, എടാ ഈ ഓണത്തിന് മഴവിൽ മനോരമയിൽ കോമഡി ഫെസ്റ്റിവലിൽ ദിലീപേട്ടനാണ് ഗസ്റ്റ് വരുന്നത്, നീ വന്നിട്ട് പുള്ളിയുടെ മുമ്പിൽ ഇത് അവതരിപ്പിക്കണം എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ താങ്ക് യു എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞ് തലയിൽ കൈവച്ചപ്പോ മുടിയില്ല. അപ്പൊ നമ്മൾ ഈ ഹെയറിലാണ് ഈ ഫിഗറൊക്കെ മെയിൻ ആയിട്ട് പിടിക്കണത്. ഹെയർ അതുപോലെയൊക്കെ വെച്ചിട്ടാണ്. പുള്ളിയുടെ ഹെയർ അന്ന് ഭയങ്കര ഒരു നല്ല ഭയങ്കരമായിട്ട് ഈരി വെച്ചിട്ടുള്ള നല്ല ഭയങ്കര രസമുള്ളത്. അത് ഞാൻ കഷ്ടപ്പെട്ട് അതുപോലെ ആക്കി വെച്ചിട്ടൊക്കെയാണ് ഫിഗർ പിടിക്കുന്നത് ഭൂരിഭാഗം. പിന്നെ ഇങ്ങനെ കുനിഞ്ഞൊക്കെ നിൽക്കുമ്പോ പിന്നെ ഇത് കാണുമ്പോ അങ്ങനെയൊക്കെയാണ് അഡ്ജസ്റ്റ് ചെയ്ത് പോണത് നമ്മളൊക്കെ. അപ്പോ അത് ഞാനോ ആകെ പെട്ടു. അപ്പൊ ഞാൻ പറഞ്ഞു തിരിച്ചങ്ങോട്ട് കോളി, എടാ എനിക്ക് വരാൻ പറ്റില്ല. കാരണം വേറെ ഒന്നുമില്ല, ഞാനിപ്പോ ഇത്രയും കാലം അതിനെ ആഗ്രഹിച്ചു നടന്നിട്ട് പറ്റില്ല. ഞാൻ ഈ പഴനി പോയിട്ട് ഒട്ടടിച്ചു. അയ്യോ 10 വേഷങ്ങൾ വേണം, പല ആൾക്കാരെയും നമ്മൾ വിളിച്ചിട്ടുണ്ട്, പക്ഷെ നിന്നെയാണ് നമ്മൾ സെന്റർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ്, എന്തെങ്കിലും ചെയ്യാൻ പറ്റും, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കത് വിഗ് വെച്ചിട്ട് ചെയ്യാൻ പറ്റും നോക്കാം എന്ന് പറഞ്ഞു. ചെറിയൊരു പ്രതീക്ഷ. ഞാൻ വിളിച്ചു, പഴനിമല മുരുക ആണ്ടവാ എന്തിനാ എന്തെങ്കിലും പരീക്ഷിക്കുന്നത്, ഞാൻ ഇത്ര നാൾ ആഗ്രഹിച്ചിട്ട് അവിടെ ഒന്ന് മുട്ടടിച്ചതിന് ശേഷം അപ്പൊ തന്നെ എനിക്ക് അവസരം വന്നല്ലോ എന്ന് പറഞ്ഞു. പക്ഷെ അവിടെ മുരുകൻ നമ്മളെ അനുഗ്രഹിക്കുകയാണ് ചെയ്തത്. അപ്പൊ അന്ന് ഷൂട്ടിന്റെ അന്ന് ഞാൻ ചെന്നു, തലേദിവസം ചെന്നു, പ്രാക്ടീസ് ഒക്കെ ചെയ്യുന്നുണ്ട്, പൊന്നിൽ കുളിച്ച് അത് പ്രാക്ടീസ് മുടിയില്ലാത്ത വെച്ചിട്ട്. അപ്പോ അതിന്റെ കോർഡിനേറ്റർ വന്നിട്ട് പറഞ്ഞു, നാളെ ഇതിന്റെ വിഗ് വരും, വിഗ് നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞിട്ടുണ്ട്, അതുപോലത്തെ വിഗ് അത് വെച്ച് നമ്മൾ നോക്കിയിട്ട് അത് ഓക്കെ ആണെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. പിറ്റേ ദിവസം രാവിലെ ദിലീപേട്ടൻ അവിടെ വന്നു, ഫ്ലോറിലെത്തി. ശ്രീജിത്ത് അവിടെ ആ വിഗ് വെച്ചിട്ട് ഒന്ന് കാണണം എന്ന് പറഞ്ഞു, ഈ ഷോയുടെ ഡയറക്ടർ. അങ്ങനെ ഞാൻ ഈ മേക്കപ്പ് ഈ ടീമിന്റെ അടുത്ത് ഞാൻ പറഞ്ഞു, കരഞ്ഞ് ഇത് എങ്ങനെയെങ്കിലും അതുപോലെ തന്നെ ആക്കി തരുന്നു. അവര് ഗംഭീരമാക്കിയിട്ട് അതിനേക്കാൾ, അതായത് എന്റെ ഹെയറിനേക്കാൾ അടിപൊളിയായിട്ട് പുള്ളിക്കാരന്റെ ഇത് ചെയ്തത്. അപ്പൊ അങ്ങനെ ആ ഒരു വലിയ ആഗ്രഹം അന്ന് സഫലമായി. പിന്നീട് അങ്ങനെ പല പല വേദികളിലും ചെയ്യാൻ തുടങ്ങി. പക്ഷെ അന്ന് എനിക്ക് അധികം സംസാരിക്കാൻ പറ്റില്ല. അപ്പൊ ഞാനിങ്ങനെ ആ ഫിഗർ ചെയ്ത് വന്നപ്പോൾ പുള്ളി കൈയടിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്, അതില് സോഷ്യൽ മീഡിയയിൽ ഉണ്ട് അത്. പക്ഷെ അന്ന് കൂടുതൽ സംസാരിക്കാൻ പറ്റില്ല. ചാനലിന്റെ ഭാഗത്തുണ്ടായിരുന്നു, പുള്ളിയുടെ അടുത്ത് പോയി വെറുതെ അനാവശ്യമായിട്ട് ഫോട്ടോ എടുക്കരുത്, അങ്ങനെ പുള്ളിക്ക് ശല്യം ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് പറയാൻ വേണ്ടി വരുമായിരുന്നു. പുള്ളിക്കാരൻ അങ്ങനെ കണ്ടിട്ട് എന്ത് പറഞ്ഞു? അത് പിന്നെ അതിനുശേഷം ഒരു ഏകദേശം ഒരു കൊല്ലം കഴിഞ്ഞപ്പോ ആ ചാനലിൽ തന്നെ സിനിമ ചിരിമ എന്ന് പറഞ്ഞിട്ട് ഒരു ഷോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ സമയത്ത് ഞാൻ സാഗറിൽ കളിക്കുന്നുണ്ട്, അബീക്കയുടെ ട്രൂപ്പിൽ. സാഗർ കൊച്ചി അന്നത്തെ പണ്ടത്തെ ഏറ്റവും മികച്ച ട്രൂപ്പുകളാണ് കൊച്ചിൻ കലാപം, കൊച്ചിൻ സാഗർ. അപ്പൊ കൊച്ചി സാഗർ അബീക്ക കുറച്ച് നാൾ നിർത്തി വെച്ചിട്ട് റീസ്റ്റാർട്ട് ചെയ്തത് 2012-13 അപ്പൊ അന്ന് നമ്മളുണ്ട്. അന്ന് ദിലീപേട്ടന്റെ ഫിഗർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നെ ആ ട്രൂപ്പിലേക്ക് വിളിച്ചേക്കുന്നത് അബീക്ക. അന്ന് അബീക്ക എഴുതിയ ഒരു സ്കിറ്റില്
CID മൂസയും ചാന്ത് പൊട്ടിലെയും ഫിഗർ വരുന്നുണ്ട്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അബീക്ക് എന്നെ ആ ട്രൂപ്പിലേക്ക് വിളിച്ചത്. അങ്ങനെ ആ ട്രൂപ്പിൽ ഇപ്പോൾ അബീക്കുമായിട്ട് എപ്പോഴും നല്ലൊരു ഫ്രണ്ട്ഷിപ്പും ഉണ്ട്. ആ ട്രൂപ്പിൽ കളിക്കുന്ന മാത്രമല്ല പല കാര്യങ്ങളും പേഴ്സണൽ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്ന ഒരു ബന്ധം ഉണ്ട്. അന്ന് മിമിക്രിയുടെ ലെജൻഡാന്ന് ഓർക്കണോട്ടാ. എനിക്ക് തന്നെ അത്ഭുതം തോന്നിയിട്ടുണ്ട്. നല്ലൊരു സുഹൃത്തായിരുന്നു. കാരണം നമുക്ക് എന്ത് പറയാം അബീക്കയുടെ അടുത്ത്. അപ്പൊ ആ സമയത്ത് ഇവരുടെ പഴയ ആളുകൾ ഒന്നിച്ച് കൂടുന്ന എപ്പിസോഡ്സ് ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. സിദ്ദിഖ് സാർ, ലാൽ സാറ്, അതുപോലെ അബീക്ക, ദിലീപേട്ടൻ, അങ്ങനെയൊക്കെയുള്ള എപ്പിസോഡ്സ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ആ സമയത്ത് ഫുൾ ടൈം അബീക്കയുടെ കൂടെ ഉണ്ട്. അങ്ങനെ ഞാൻ ഈ ഷൂട്ട് കാണാൻ അവിടെ ഇരുന്നു. അപ്പൊ അബീക്ക, ദിലീപേട്ടൻ അവിടെ പെർഫോം ചെയ്യുമ്പോൾ ഞാനിങ്ങനെ ഓഡിയൻസിൽ ഇങ്ങനെ ഇരുന്ന് കാണുന്നുണ്ട്. ഈ ഷൂട്ട് കഴിഞ്ഞിട്ട് അബീക്ക ദിലീപേട്ടന് തോളി കൂടെ കൈയിട്ടിട്ട് ഈ ഗസ്റ്റിന്റെ റൂം ഉണ്ടല്ലോ, അങ്ങോട്ട് നമുക്കൊന്നും കടക്കാൻ പാടില്ല ശരിക്കും. അവർ കയറിയപ്പോ ഞാൻ ഒന്നും നോക്കിയില്ല, ഞാൻ ഇടിച്ച് ഡോറ്. അബീക്ക കടന്നപ്പോ ആ അബീക്കയുടെ ഒരു ധൈര്യം ഉണ്ടല്ലോ, തുറന്നിട്ട് ഞാനും അകത്ത് കിടന്നപ്പോ ഇവർ രണ്ടുപേരും തിരിഞ്ഞു നോക്കി കഴിഞ്ഞപ്പോ അബീക്ക പറഞ്ഞു, ദിലീപേട്ടനോട് പറഞ്ഞു, എടാ എന്റെ ട്രൂപ്പില് നിന്റെ വേഷം ചെയ്യുന്ന ആളാണ് ഇത് എന്ന് പറഞ്ഞു. അപ്പൊ ദിലീപേട്ടൻ ഇങ്ങനെ നോക്കി. അപ്പൊ ആ റൂമില് ഞങ്ങള് 3 പേരേ ഉള്ളൂ വേഷം ചെയ്യുന്ന. കണ്ടിട്ടില്ലേ നീ പൊന്നിൽ കുളിച്ചു നിന്ന് ചന്ദ്രിയാവസ്ഥ? ഞാൻ കഴിഞ്ഞതിൽ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് പുള്ളി പറഞ്ഞു. അപ്പൊ ഇങ്ങനെ ഇവൻ കുറെ മിമിക്രിയൊക്കെ ചെയ്യുന്നു പറഞ്ഞിട്ട് ആ ഒരു റൂമിൽ വെച്ചിട്ട് ദിലീപേട്ടന്റെ മുമ്പിൽ ഞാൻ കുറച്ച് അന്ന് ചെയ്തിരുന്ന ശബ്ദാനുകരണങ്ങളൊക്കെ. അപ്പൊ ഞാൻ ഒരെണ്ണം പറയുമ്പോ ഇനി അടുത്തത് എന്ന് പറഞ്ഞിട്ട് പുള്ളി ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിട്ട് കേട്ടുകൊണ്ടിരിക്കുക. അങ്ങനെ നല്ലൊരു പരിചയം എനിക്ക് ഉണ്ടാക്കാൻ പറ്റി അവിടെ നിന്ന്. ആ പരിചയം അപ്പൊ നമ്മൾ വിചാരിച്ചെന്താ പറയുക, ഇവർ കുറെ ആളുകളൊക്കെ കാണുന്നതാണ്, അവർ നമ്മളൊക്കെ മറന്നു പോകുന്നു വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നത്തെ വർഷമാണ് ചാലക്കുടിയിൽ അദ്ദേഹത്തിന്റെ തിയേറ്റർ, ഡി സിനിമാസ്, എന്റെ വീടിന്റെ അടുത്താണ് ചാലക്കുടി. അപ്പൊ അദ്ദേഹത്തിന്റെ തിയേറ്റർ അവിടെ അതിന്റെ ഫസ്റ്റ് ഡേ ഉദ്ഘാടന ദിവസം ഞാൻ പോയിന്ന് വെച്ചാൽ നമ്മളൊന്നും അങ്ങോട്ട് കടത്തില്ല. ഞാൻ എന്ത് ചെയ്തു, അത്യാവശ്യം മേക്കപ്പ് ഒക്കെ ചെയ്ത് കുറിയൊക്കെ വരച്ച് ഇതേ ഫിഗർ പിടിച്ചിട്ട് ഞാൻ ചെന്നപ്പോ ടോൾമാൻ അസോസിയേഷൻ ഇതുണ്ട്, പല ആൾക്കാരെയും മാറ്റി നിൽക്കുന്നുണ്ട്. അപ്പൊ ഞാനിങ്ങനെ കൂടുതലായിട്ട് ചെന്നപ്പോ എന്തോ എന്നെ അങ്ങനെ ഉള്ളിലേക്ക് കടത്തി വിട്ടു. അത് വലിയ ഭാഗ്യമാണല്ലോ. അത് അല്ല എന്താന്നറിയില്ല, അങ്ങനെ പോയപ്പോ കടത്തി വിട്ടു എനിക്ക് ഭയങ്കര അത്ഭുതമായി. അപ്പൊ ഞാൻ എന്നിട്ട് ഇങ്ങനെ പോയി അവിടെ നിന്ന് കൈ കെട്ടി ഇങ്ങനെ ആർക്കും ഒരു ശല്യമാണ് നിന്നു. ഇനി പിടിച്ച് പുറത്താക്കി കഴിഞ്ഞാൽ നാണക്കേടാവും, നാടാണ്, ഹൈവേ ആണ് മുകളിലാ. അപ്പൊ മുകളിൽ നിന്ന് കുറെ ആൾക്കാർ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഞാനിങ്ങനെ കൈ കെട്ടി നിൽക്കുമ്പോ ദിലീപേട്ടൻ അവിടെ ഇങ്ങനെ നടക്കുന്നുണ്ട്. പലരും അന്ന് വലിയ കുറെ സ്റ്റാറുകൾ വരുന്നുണ്ട്, മമ്മൂക്ക അടങ്ങുന്ന സ്റ്റാറുകൾ അവിടെ വരുന്നുണ്ട്. അപ്പൊ ദിലീപേട്ടൻ ഇങ്ങനെ വന്ന് നടന്ന് ആൾക്കൂട്ടത്തിൽ എന്നെ കണ്ടപ്പോ ഇങ്ങനെ കാണിച്ചുട്ടോ. എന്നെ സംബന്ധിച്ച് എനിക്കത് വലിയൊരു അവാർഡാണ്. എന്റെ നാട്ടില് ദിലീപേട്ടന്റെ തിയേറ്റർ ഉദ്ഘാടനത്തിന് എന്നോട് കൈകൊണ്ട് കാണിച്ചപ്പോ ഞാൻ അങ്ങോട്ട് ചെന്നപ്പോ എന്നെ അവിടെ കൊണ്ടുപോയിട്ട് ഈ ഇനാഗുറൽ ഫംഗ്ഷന് ഒരു ആദ്യത്തെ 2 റോ ഒഴിച്ചിട്ടിരിക്കുകയാണ് ഗസ്റ്റുകൾ വരാൻ വേണ്ടിയിട്ട്. ലാൽ ജോസ് സാറ്, അതുപോലെ തന്നെ മധു സാറ്, അങ്ങനെയൊക്കെ വരുന്നുണ്ട്. 3ാമത്തെ റോയില് ഇനി ഇവിടെ ഇരുന്നോ, ആര് വന്നാലും ഇവിടുന്ന് എഴുന്നേക്കണ്ട എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരുത്തി. അപ്പൊ ഞാൻ അവിടെ പോയിരുന്നു. ഞാൻ നോക്കി, സ്റ്റാറല്ല, ഞാൻ നോക്കിയപ്പോ എന്താ പറയാ, ജയസൂര്യൻ വന്നിട്ട് ഇരിക്കണ്, ഇവിടെ അടുത്തടുത്ത് ഇവിടേക്ക് ഇരിക്കണ്. അങ്ങനെ ഇവരൊക്കെ ഇങ്ങനെ അടുത്ത് ഇങ്ങനെ കാണാൻ പറ്റി. പലരുടെ കൂടി അന്ന് സെൽഫിയൊക്കെ എടുത്തു. അപ്പൊ അത് വലിയൊരു, അപ്പൊ ഞാനത് ആലോചിക്കുക, അന്ന് അബീക്ക പരിചയം, പ്രത്യേകിച്ച് അദ്ദേഹത്തിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ദിവസം. പല കാര്യങ്ങളായിരിക്കും ഇങ്ങനെ മൈൻഡിൽ, ഇത്രയും ഗസ്റ്റുകൾ വരുന്നു. അവിടെ നമ്മളെപ്പോലെ ചെറിയൊരു ഒരു ഫാൻ ബോയ്ക്ക് അങ്ങനെ ഒരു അവസരം പുള്ളി തന്നിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നു പുള്ളിക്ക് മാത്രമാണ് അങ്ങനെയൊക്കെ പറ്റുള്ളൂ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത്രയും നമ്മളോട് സ്നേഹം കാണിച്ചിട്ടുണ്ട്. അത്രയും എനിക്കത് ഇപ്പോഴും പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു എന്താ പറയാ, അത്രയും എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നുന്നു. അത് നമ്മുടെ നാട്ടിൽ. അപ്പൊ എന്നോട് മോളിൽ നിന്ന് വിളിച്ചു പറയുന്നുണ്ട്, ഈ ഹൈവേയിൽ നിൽക്കുന്ന ആൾക്കാരെടാ. അപ്പൊ പുള്ളി ഇങ്ങനെ കൈ കാണിച്ചപ്പോ ഞാൻ ഇങ്ങനെ ബാക്കിലേക്ക് നോക്കി, നീ എന്നെ തന്നെയാണോ? എടാ നിന്നെ തന്നെയാടാ മോളിൽ നിന്ന് വിളിച്ചു പറയുന്നുണ്ട് കുറെ പേര്, ചെല്ലെന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെയാണ് ഞാൻ പോയത്. അപ്പൊ അതൊക്കെ ഒരു പുള്ളിക്കാരനായിട്ടുള്ള വലിയൊരു എക്സ്പീരിയൻസ് ആണ്. ഇപ്പോഴും കാണുമ്പോ ഇങ്ങനെ കാണിക്കും. ഓർമ്മയുണ്ടോ ദിലീപേട്ടന്റെ മുന്നിൽ അന്ന് ചെയ്തിട്ടുള്ള കുറച്ച് മിമിക്രി താരങ്ങൾ ഏതൊക്കെയായിരുന്നു? അന്ന് ഞാന് തോന്നുന്നു കാവ്യ ചേച്ചിയുടെ ശബ്ദം ഞാൻ അന്ന് ദിലീപേട്ടന്റെ മുമ്പിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഇപ്പത്തെ ഞാൻ കുറെ നാളായിട്ട് ചെയ്യാറില്ല, പറ്റില്ലേ കട്ട് ചെയ്ത് കളഞ്ഞോളൂ. ദിലീപേട്ടന്റെ മുമ്പില് കാവ്യ ചേച്ചിയുടെ ഇന്റർവ്യൂ വോയിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് അതെ ഇന്റർവ്യൂ. അപ്പൊ അതൊന്ന് വേറെ ജസ്റ്റ് ഒന്ന് ചെയ്യാം. സത്യം പറഞ്ഞ ഞാനൊക്കെ സിനിമയിൽ വന്നത് എൻ്റെ ഒരു ഭാഗ്യാണ്. നമുക്കൊന്നും സ്വപ്നത്തിൽ പോലും കാണാൻ പറ്റാത്ത കാര്യങ്ങളാണ് സിനിമയിൽ യാഥാർത്ഥ്യമാവുന്നത്. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ ഇപ്പോഴും നിങ്ങളുടെ പഴയ കാവ്യ തന്നെയാണ്, അതിൽ യാതൊരു മാറ്റവും ഇല്ല. നന്ദി,
നമസ്കാരം ആ ഒരു സംഭവം ഞാൻ അന്ന് അതൊരു പുള്ളി പുറത്തേക്ക് തട്ടി. അങ്ങനെ കുറച്ച് മിമിക്രിയൊക്കെ അന്ന് ചെയ്തായിരുന്നു. അപ്പോ അന്ന് അബിക ട്രൂപ്പി കളിക്കുമ്പോൾ ഞാൻ അബിക കുറെ സ്റ്റാർ ചെയ്യുമ്പോൾ ഞാൻ ഈ ഫീമെയിൽ വോയിസുകളാണ് കൂടുതൽ ചെയ്തുകൊണ്ടിരുന്നായിരുന്നു. സ്ത്രീ ശബ്ദങ്ങളാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അങ്ങനെ അന്ന് തുടങ്ങിയുള്ള ഒരു ബന്ധം ഇപ്പോഴും പുള്ളി കാണുമ്പോ എവിടെ വെച്ച് കണ്ടാലും ഇങ്ങനെ കാണിക്കാനുള്ള ഒരു ബന്ധം ഉണ്ട്. പിന്നെ നമ്മൾ കൂടുതലായിട്ട് ഇടിച്ചു കയറി അങ്ങോട്ട് ചെല്ലാറില്ല എന്ന് മാത്രമേ ഉള്ളൂ. വോയിസ് ഓഫ് സത്യനാഥന്റെ പ്രൊമോഷൻ സമയത്ത് കൊച്ചി മെട്രോയിൽ വെച്ചിട്ടായിരുന്നു. അതിലും ഈ സല്ലാപത്തിലെ ഫിഗർ ഇട്ട് പുള്ളിയുടെ ഒപ്പം തന്നെ ഒരു ട്രാവൽ ചെയ്യാനായിട്ട് അതിന്റെ പ്രൊമോഷൻ ഈ മെട്രോയിൽ ട്രാവലിംഗ് ആയിരുന്നു പുള്ളിയുടെ ഒപ്പം. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റി. ദിലീപേട്ടനെ അടുത്ത് നിർത്തിയിട്ടുണ്ട് എപ്പോഴാ അല്ല അത് കഴിഞ്ഞ ദിവസം ആ വീഡിയോ കണ്ടപ്പോ എനിക്ക് മനസ്സിലായി ഷോടെ പുള്ളി അങ്ങനെയാണ് നമ്മളെ ചേർത്ത് നിർത്തുന്ന ഒരു ഒട്ടും നമ്മളോട് ഇപ്പൊ എത്ര സെൽഫി എടുത്ത് നമ്മൾ ഇതായാലും പുള്ളി ഒക്കത്തിന് നിന്ന് വരും. അങ്ങനെ ഒരു ഇതുണ്ട്. ദിലീപേട്ട നിരവധി കഥാപാത്രങ്ങൾ ഫിഗർ ചെയ്തിട്ടുണ്ടല്ലോ. അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം എന്തായിരിക്കും? അതായത് ആ കഥാപാത്രമാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഞാൻ ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമാണ്. എന്താ അതായത് അത് ശ്രീജിത്ത് പരാമര ചെയ്തതിൽ ഏതാണ് ഏറ്റവും ഇഷ്ടം? തീർച്ചയായിട്ടും സല്ലാപത്തിലെ ജൂനിയർ യേശുദാസ് തന്നെയാണ് അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം. അതാണ് ഇപ്പോ മുമ്പ് അന്ന് അതേ പറ്റുള്ളൂ. കാരണം ആ പുള്ളി അപ്കമിങ് ആയിരുന്ന സമയത്ത് ആ രൂപം അതെങ്കിലും ഇത്ര ഷർട്ടുകളൊക്കെ ഇട്ടിട്ടാണ് ആ പിന്നെ അറിയാലോ. പിന്നെ എന്താ പറയാ ഒരിക്കലും ചെയ്യാൻ പറ്റാത്ത ഫിഗറുകളുണ്ട്. വാളയാർ പരമേശ്വരൊക്കെ നമ്മൾ റീൽസ് ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊക്കെ ചെയ്യുന്നത് ഭയങ്കര ഹെവിയാണ് അതൊക്കെ. അപ്പൊ അങ്ങനത്തെ ചാന്തുപൊട്ടും എന്താ പറയാ CID മൂസൊക്കെ നമുക്ക് ചെയ്ത് എടുക്കാം. ഞാൻ വിഗൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് ചാന്തുപൊട്ട് ചെയ്യാൻ വേണ്ടിട്ട്. അന്ന് എത്രയോ 10 വർഷം മുമ്പ് ചെയ്യുന്നുണ്ട്. ദിലീപയുടെ ഫിഗർ മാത്രമല്ല അല്ലെങ്കിൽ ഏതെങ്കിലും ലേഡി ക്യാരക്ടേഴ്സ് അങ്ങനെ എന്തെങ്കിലും ഫിഗറുകൾ ചെയ്തിട്ടുണ്ടല്ലോ? ഇല്ല. ഞാൻ പണ്ട് റിയാലിറ്റി ഷോയിൽ ഇരുന്ന സമയത്ത് ഒരു സ്കിറ്റ് ചെയ്യുമ്പോ ഒരു പെൺവേഷം കെട്ടേണ്ടി വരും. കാരണം ഈ ഫിഗറും ഇതൊന്നും അല്ലാത്ത മിമിക്രി അല്ലാത്ത സ്കിറ്റ് ചെയ്യുമ്പോ അന്ന് സ്ത്രീ ശബ്ദങ്ങൾ പറഞ്ഞുകൊണ്ട് സ്കിറ്റ് ചെയ്യുമായിരുന്നു. മനസ്സിലായ? അന്ന് നൈറ്റി ഒക്കെ ഇട്ടിട്ട് ഈ പറഞ്ഞ പോലെ സ്കിറ്റ് അവതരിപ്പിക്കുമ്പോൾ സ്ത്രീ വേഷങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ചെയ്തിട്ടുണ്ട്. അത് ചെയ്യാതിരിക്കാൻ പറ്റില്ല. പിന്നീടാണ് ഈ സ്ത്രീ വേഷങ്ങൾ ചെയ്യാൻ സ്പെഷ്യലിസ്റ്റുകൾ കുറെ പേര് വന്നപ്പോഴാണ് പിന്നെ നമ്മൾ അതിൽ നിന്ന് അങ്ങനെ മാറിയത്. ശരിയാ, അങ്ങനെ വന്നത്. ദിലീപേണ്ട ഫിഗർ വേദികളിലൊക്കെ ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച് വേദികളിൽ നിന്ന് പെട്ടെന്ന് തന്നെ കാണികളിൽ നിന്ന് പെട്ടെന്നൊരു ആരവുണ്ടാവുമല്ലോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? പിന്നെ തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാന് ശരിക്കും പറഞ്ഞ ഒരു ഫിഗറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല. ഞാൻ കുറെ ഈ സ്പോർട്ട് ഡബിങ് പോലുള്ള ഐറ്റംസ്, അതുപോലെ ചിത്രരചന, സ്റ്റേജിൽ ലൈവായിട്ട് ചിത്രം വരയ്ക്കും, കുറേ കാര്യങ്ങൾ ചെയ്താലും അവസാനം ചെന്നെത്തുന്നത് അപ്രിസിയേഷനിൽ ഫസ്റ്റ് എല്ലാവരും മറ്റേ അങ്ങനെ പറയും ദിലീപേട്ടന്റെ ഫിഗർ അതേ പറയുള്ളൂ. അത് മാത്രം കുറെ കാര്യങ്ങൾ ചെയ്താലും പറയുന്നത് അതാണ്. അതിലാണ് നമ്മളെ മാർക്ക് ചെയ്യുന്നത് എപ്പോഴും. അത് ജനങ്ങൾ മനസ്സിലേക്ക് കയറി നിൽക്കുന്നതാണ് അല്ലെ? അതാണ്. എപ്പോഴെങ്കിലും ഈ പറഞ്ഞ പോലെ നേരെ തിരിച്ച് ഇപ്പൊ പ്രശംസ ഉണ്ടായിട്ടുണ്ടായിരിക്കും, അതുപോലെ തന്നെ എപ്പോഴെങ്കിലും തിരിച്ച് സംഭവിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ടാവും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ വലിയ ഡിക്റ്റോ ഫിഗർ ആണെന്ന് നിങ്ങൾ പറയുന്നതായിരിക്കും. പക്ഷെ ഞാൻ അത് 100% ഞാൻ ഉൾക്കൊള്ളുന്നില്ല. കാരണം നമുക്ക് ഒരുപാട് പരിമിതികളുള്ളൊരു കലാകാരനാണ്. അപ്പോ പുള്ളിക്കാരനെ അടുത്ത് ചെന്ന് നിൽക്കുമ്പോഴൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാനും പുള്ളിക്കാരോട് ഒരു സാമ്യമില്ലെന്ന്. എനിക്ക് പേഴ്സണലി ഞാൻ വെറുതെ പറഞ്ഞല്ല, ഇതൊക്കെ എങ്ങനെയാ ആൾക്കാർ ഇതൊക്കെ പറയണത്, നല്ല വ്യത്യാസമുണ്ട്. അടുത്ത് നിൽക്കുമ്പോ എന്നെക്കാളും ഹൈറ്റ് കൂടുതലുണ്ട്, പിന്നെ ഭംഗിയുണ്ട്, കുറെ വ്യത്യാസങ്ങളുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ എനിക്ക് തോന്നിയിട്ടുണ്ട് പേഴ്സണലി. എനിക്ക് സാമ്യം തോന്നിയിട്ടില്ല. പിന്നെ നമ്മള് ഈ ഫിഗറായിട്ട് ചെയ്യുമ്പോ ഒക്കെ എനിക്ക് തോന്നാറുണ്ട്, ഈ ഗ്ലാസ് ഒക്കെ വെച്ച് ഇതൊക്കെ ചെയ്യുമ്പോൾ തോന്നാറുണ്ട്. അല്ലാതെ നോർമലി കാണുമ്പോ അങ്ങനെ പറയുന്നത് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ലൈവായിട്ട് നമ്മൾ മിമിക്രി വേദികളിൽ നിന്ന് ലൈവായിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ ആളുകളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ അറിഞ്ഞിരുന്നു. പക്ഷെ ഇന്നത് നേരെ സോഷ്യൽ മീഡിയയിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോ ആളുകൾക്ക് തോന്നുന്നതായിരിക്കും ചിലപ്പോൾ വിളിച്ചു പറയാം, ഒരു പക്ഷേ അല്ലെ മോശം കമന്റുകളടക്കം ഒരു പക്ഷെ ലഭിച്ചിട്ടുണ്ടായിരിക്കാം. തീർച്ചയായിട്ടും അത് ഞാനെന്നല്ല, ഏതൊരു മിമിക്രി കലാകാരനും അത്തരം കമന്റുകളെ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ട് വേണം ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങാനായിട്ട്. അതില് ചില സത്യങ്ങൾ ഉണ്ടായിരിക്കാം, വെറുതെ പറയുന്നവരുണ്ടായിരിക്കാം. പക്ഷെ നമുക്ക് അതൊന്നും ഒരിക്കലും തടുത്തു നിർത്താനായിട്ട് സാധിക്കില്ല, ഒരിക്കലും പറ്റില്ല. അപ്പൊ നമ്മള് ഒന്നില്ലെങ്കിൽ അത് മൈൻഡ് ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ അതില് നല്ല ഇപ്പോ എന്താ പറയാ മോശപ്പെട്ട രീതിയിലല്ലാതെ വിമർശിച്ചു അത് ശരിയല്ലാത്ത പറയുന്ന കമന്റ്സുകളുണ്ട്. അതിനെ നമ്മൾ നല്ല രീതിയിൽ തന്നെ എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ പിന്നെ വെച്ച് കഴിഞ്ഞാൽ ഈ വളരെ മോശമായിട്ട് പറയുന്നത് തെറ്റാണെങ്കിൽ അവിടെ മോശമായി എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് വളരെ മോശമായിട്ടുള്ള കമന്റുകളൊന്നും നമ്മൾ അതിനെപ്പറ്റി മൈൻഡ് ചെയ്യാറില്ല. ഒക്കെ ഇതൊക്കെ പറയുമ്പോൾ നമ്മളെല്ലാം കഴിഞ്ഞ ഒരാളല്ല എന്നുള്ളൊരു കാര്യം ഞാൻ
ഇവിടെ പറയുന്നു. അപ്പൊ പിന്നെ അത് നമുക്ക് എപ്പോഴെങ്കിലും 100 മാർക്ക്, എന്നും 100 മാർക്കാണോ നമുക്ക് കിട്ടാറ്? സ്കൂളിൽ പഠിക്കുമ്പോ പരീക്ഷ പേപ്പർ കിട്ടുമ്പോ 100 മാർക്ക് കിട്ടാറില്ല. 100 എന്നല്ല, 100 പോയിട്ട് 18 വരെ കിട്ടാൻ വേണ്ടി നമ്മൾ ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ഈ കമന്റ് ഇടുന്നവർക്ക് അതുപോലെ തന്നെ ആയിരിക്കും. അതിന് പക്ഷെ അല്ല, അവർക്ക് ഹീറോ ആവാൻ കിട്ടേണ്ട ചാൻസ് ആണ്, മനസ്സിലായേ? അപ്പൊ അത് അവര് ആവട്ടെ, അത്രേ ഉള്ളൂ. നല്ലതിന് നല്ലത് എന്നുള്ളത് വരാറുണ്ട്, ഒന്നും അറിയില്ല. ഇപ്പോഴത്തെ ഒരു ഇതില് ഒരുപാട് ശ്രദ്ധിക്കാനുണ്ട്, സൂക്ഷിക്കാനുണ്ട്. എന്തൊക്കെ ശ്രദ്ധിച്ചാലും അത് എങ്ങനെയൊക്കെയാണ് നമ്മൾ പറയുന്നത്. ഇപ്പൊ ഈ ഇന്റർവ്യൂ പോലും എങ്ങനെയൊക്കെയാണെന്നുള്ളത് വരുമ്പോ അത് തന്നെ അറിയാൻ പറ്റുള്ളൂ. നമ്മള് പാവം കേട്ടോ. തീർച്ചയായും നമ്മുടെ മലയാള സിനിമയിൽ ദിലീപേട്ടൻ മികച്ച ഒരുപാട് കോംബോകളുണ്ട്. പ്രത്യേകിച്ച് ഹരിശ്രേഷ്ഠൻ ദിലീപേട്ടൻ, അപ്പൊ നല്ല സലീം കുമാർ ദിലീപേട്ടൻ കോംബോകളൊക്കെ സൂപ്പറാണ്, സൂപ്പർ ഹിറ്റുകളാണ്. ശരിക്കും ഇതിൽ ഏത് കോംബോ ആണ് ഏറ്റവും ഇഷ്ടം ശ്രീധരനൊക്കെ? എന്റെ ഇഷ്ടത്തിനവിടെ ഞാനൊരു കാര്യം പറയാം. കല്യാണരാമൻ കാണുമ്പോ ഞാൻ വിചാരിക്കും ഇതാണ് ടോപ്പ് കോംബോ എന്ന്. അതിന്റെ പിറ്റേ ദിവസമായിരിക്കും പറക്കുതളി കാണുന്നത്. അപ്പൊ പറയും അയ്യോ ഇതാണ് സൂപ്പർ. അങ്ങനെ ഏതാണെന്ന് പറയാൻ പറ്റാത്ത പോലെയാണ് ആ ഒരു കോംബോ ഒക്കെ വർക്കായിട്ടുള്ളത്. സലീം കുമാറേട്ടനായാലും ഈ പറഞ്ഞ ഹരിശേഷേട്ടനായാലും ഇവരൊക്കെ എന്താ പറയാ, ഇവര് 3 പേര് പറക്കുന്തളിയില് 3 പേരും കൂടി ഉണ്ട്, ഉള്ള കോംബോ വരെ ഉണ്ട്. അതൊക്കെ എന്താ പറയാ, അതിനപ്പുറത്ത് പറയാൻ പറയാൻ ആളല്ല. മലയാളികൾ കണ്ട് 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 ചിരിച്ച് മരിച്ച സീനുകൾ. പിന്നെ അത്രയും നമ്മുടെ കുട്ടിക്കാലം മനോഹരമാക്കിയിട്ടുള്ള എന്നൊക്കെ പറഞ്ഞ് കാണാറില്ലേ? അതൊക്കെ സോഷ്യൽ മീഡിയ പറയുന്നത് കറക്റ്റ് തന്നെയാണ് കേട്ടോ. അത് കറക്റ്റാണ്. അതൊക്കെ ഭയങ്കരമായിട്ട് എന്താ പറയാ, അത്രയും ഇഷ്ടമാണ്. ഇതിന് ഈ പറഞ്ഞ എല്ലാ കോമ്പോസും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എവിടെയെങ്കിലും സിനിമയിലേക്ക് വല്ല ചാൻസ് വന്നിട്ടുണ്ടോ അഭിനയിക്കാനൊക്കെ ആയിട്ട്? സിനിമയിൽ ചാൻസ് ഞാൻ 2017 അതും ദിലീപേട്ടനായിട്ട് കണക്റ്റഡ് ആണ്. ജോർജ് ഏട്ടൻസ് പൂരം എന്ന് പറഞ്ഞ പടം എന്റെ വീടിന്റെ അടുത്ത് ഷൂട്ട് നടക്കണ്ടായിരുന്നു, ആളൂര് എന്ന് പറഞ്ഞ സ്ഥലത്ത്. അപ്പൊ ഞാൻ ദിലീപേട്ടൻ്റെ അടുത്ത് 3 കിലോമീറ്റർ ഉള്ളൂ. ഞാൻ എന്തായാലും പോവാം നമുക്ക് വിചാരിച്ച് ഞാൻ പോയി കഴിഞ്ഞു. അവിടെ കടത്തിവിടണില്ല, ഒരു കോമ്പൗണ്ടിലെ, ഒരു വീടിന്റെ കോമ്പൗണ്ടിലെ ഷൂട്ട് നടക്കുന്നത്. അപ്പൊ ഞാൻ കടത്തിവിടണില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ കുറെ നോക്കിയിട്ട് ഒരാളെ ഞാൻ പരിചയമുള്ള കണ്ടുപിടിച്ചു അതിനകത്ത്, ഈ പറഞ്ഞ യൂണിറ്റിലുള്ള. അങ്ങനെ കഴിയുമ്പോൾ ഞാൻ ഒരു കണക്കിന് അതിനകത്ത് കയറി പറ്റി. വീടിന്റെ കോമ്പൗണ്ടിൽ മതിലുമേ ആൾക്കാർ ഇങ്ങനെ എത്തിച്ച് നിൽക്കുന്നുണ്ട്. അങ്ങനെ കയറി പറ്റി. ആ സമയത്താണ് അവിടെ ഒരു ടീം സ്റ്റോറി പറയാൻ വേണ്ടിയിട്ട് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ദിലീപേട്ടൻ്റെ അടുത്ത് വേറെ സ്റ്റോറി പറയാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അവിടെ കിടന്ന് ഈ അത്യാവശ്യം ഇങ്ങനെ പാസ് ചെയ്തിട്ടുണ്ടപ്പോ അവർ എന്നെ നോട്ട് ചെയ്യുന്നുണ്ട്. അതിൽ കൈതപ്രം വിശ്വനാഥേട്ടൻ ഉണ്ടായിരുന്നു, മരിച്ചുപോയി, മ്യൂസിക് ഡയറക്ടർ ഉണ്ടായിരുന്നു. അവർ കണ്ണൂര് പയ്യന്നൂർ ടീമായിരുന്നു. അപ്പൊ അവര് വിശ്വേട്ടൻ അടക്കാണ് അവിടെ വന്നേക്കണത് ദിലീപന്റെ അടുത്തേക്ക്. അപ്പൊ ഞാനിങ്ങനെ ചെയ്ത് നടക്കുമ്പോ അങ്ങനെ നോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ കണ്ടു. അപ്പൊ അതിലൊരാളെന്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, പുള്ളിയുടെ ആരാന്ന് വെച്ചു എന്നോട്. ഞാൻ പറഞ്ഞു ഞാനൊരു ആരാധകനാണ്, മിമിക്രിയില് ഇതാണ്, പുള്ളിനെ കാണാൻ വേണ്ടി വന്നേക്കാണ്, ഞങ്ങൾ കാണാൻ വേണ്ടി വന്നു, പുള്ളി എപ്പോ വരും എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. കണ്ടപ്പോ ഇങ്ങനെ ഞാൻ പറഞ്ഞു ഞാൻ മിമിക്രി ആണെന്ന് പറഞ്ഞു. അങ്ങനെ അവരായിട്ട് നല്ല ഇതായി. അപ്പൊ ഞാൻ അവരെയൊക്കെ പരിചയപ്പെട്ടു. കൈതപ്രം വിശ്വേട്ടനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. തിളക്കത്തിലെ പാട്ടൊക്കെ പുള്ളിയല്ലേ മ്യൂസിക് ചെയ്തേക്കണത്, ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പൊ പുള്ളിക്കാരനൊക്കെ ഞാൻ പരിചയപ്പെടാൻ പറ്റി. അപ്പൊ എന്നിട്ട് ദിലീപേട്ടൻ ഓടി വന്നിട്ട് വിശ്വേട്ടൻ്റെ ഒക്കെ കെട്ടിപ്പിടിക്കുന്നുണ്ടായിരുന്നു. എന്നെ ഇപ്പൊ ആദ്യമായിട്ട് പാട്ട് പഠിച്ചത് വിശ്വേട്ടനാണെന്നൊക്കെ പറഞ്ഞിട്ട്, സാറേ സാമ്പാറ എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ പറയുന്നത് ഞാൻ ലൈവ് കണ്ടുകൊണ്ടിരിക്കുക. അങ്ങനെ അവര് എന്തോ മീറ്റ് ചെയ്തിട്ട് അവര് തിരിച്ചു പോയിട്ട് അവര് ആ സ്റ്റോറി അല്ലാണ്ട് വേറെ ചെറിയ സിനിമ എടുക്കാൻ തീരുമാനിച്ചു. ആ സിനിമയില് നമുക്കൊരു കാര്യം ചെയ്തല്ലോ, മറ്റയാളെ വിളിച്ചല്ലോ, അവിടെ അലഞ്ഞു നടക്കണ്ടായിരുന്ന എന്റെ അടുത്ത് വന്ന ആള്. അങ്ങനെ അയാള് വന്നിട്ട് എന്നെ ഒസ്രാക്കുള്ളികൾ എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ മൂവി, അതില് 4 ഹീറോസിൽ ഒരാള് ഞാനാണ്. പക്ഷെ നമ്മളത് പറയാറില്ല എല്ലായിടത്തും. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് സിനിമ തപ്പിയെടുക്കാൻ പോലും ഇപ്പൊ ചെറിയൊരു മൂവി, അതൊരു എക്സ്പീരിയൻസ് ആണ് എന്നെ സംബന്ധിച്ച്. ഞാൻ ഒരു 10-35 ദിവസം കണ്ണൂർ പയ്യന്നൂര് പോയിട്ട് അവിടെ ഒരു സിനിമ. കോമഡി മൂവി ആയിരുന്നു അത്? കോമഡി എന്ന് പറയാൻ പറ്റില്ല, ഞാനൊക്കെ ചെയ്തു വന്നപ്പോ അത് അങ്ങനെ ആയിട്ടുണ്ടാവാം. അതിന് സ്ക്രിപ്റ്റില് കോമഡി ഒക്കെ കുറവാണ്. അത് ജയൻ സി കൃഷ്ണ എന്ന് പറഞ്ഞൊരു ഡയറക്ടറാണ് അത് ചെയ്തിട്ടുണ്ടായിരുന്നത്. മ്യൂസിക് കൈതപ്രം വിശ്വനാഥേട്ടൻ തന്നെയായിരുന്നു. പുള്ളിക്കായിട്ട് നല്ലൊരു ബന്ധം ഉണ്ടാക്കി എടുക്കാൻ പറ്റി ആ സിനിമ കൊണ്ട്. അങ്ങനെ കുറച്ച് ഇതുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ സിനിമയിൽ കൂടുതൽ അത്തരം സിനിമകൾ പിന്നെ അന്ന് കാണാനായിട്ട് ഞാൻ തൃശ്ശൂർ ശോഭ സിറ്റി വരെ പോകേണ്ടി വന്നു. റിലീസ് അവിടെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അവിടെ പോയി ഞാൻ കണ്ടു. അതിനുശേഷം പിന്നെന്ന് പറയുന്നത് ബിബിൻ ജോർജ്, വിഷ്ണു ഉണ്ണികൃഷ്ണൻ സുഹൃത്തുക്കളാണ്. ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പൊ അവരുടെ വെടിക്കെട്ട് എന്ന് പറഞ്ഞ പടത്തില് എനിക്കൊരു വേഷം ചെയ്യാൻ പറ്റി. അത് നമ്മുടെ വിഷ്ണു ബിബിൻ ജോർജിന്റെ അത് ചെയ്യാൻ പറ്റി. അത് എനിക്ക് അതിൽ കൂടുതൽ ചെയ്യാൻ അവർ അവസരം തന്നിരുന്നു. അത് പ്രത്യേകിച്ച് അത് 2 കരക്കാര് തമ്മിലുള്ള ഒരു സംഭവമുള്ളൂ. അതില് ഒരു പ്രത്യേകിച്ച് ഒന്നുമില്ല. അതിലൊരു വലിയ റോള് വേണ്ടെന്ന് വെച്ചാ
വേണ്ടാന്ന് വെച്ചതല്ല, എനിക്ക് അത് പോകാൻ പറ്റാത്ത ജോലി സംബന്ധമായ കുറച്ച് തിരക്കുകളിലായിരുന്നു. എന്നിട്ടും എനിക്ക് അതിലത്തെ ഒരു ഭാഗ്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ബിബിൻ ജോർജിന്റെ ഒരു സോങ് ഭയങ്കര ഹിറ്റ് ആയിട്ടുണ്ട് അതില്. ആടണ കണ്ടാലും പാടണ കണ്ടാലും എന്നുള്ള ബസ്സിലെ ആ ബസ്സില് ആ സോങ്ങില് മൊത്തം ഞാനുണ്ട്. അതിൽ പി വിളിക്കുന്നതും പല ഇതുകൾ നമ്മുടെ ക്ലോസ് ഷോട്ടുകൾ കുറെ അത് ബിബിനായിട്ടുള്ളൊരു ഇതിന്റെ പുറത്താണ്. അവിടെയും ദിനേശ് മാസ്റ്റർ ആയിരുന്നു അതിന്റെ ഒരു കോറിയോഗ്രാഫി ചെയ്ത ആ പാട്ടിന്റെ. അപ്പൊ ബിബിൻ ജോർജ് എന്നെ പരിചയപ്പെടുത്തിയത് ഇത് ദിലീപ് ഡൂപ്പ് ചെയ്യുന്നു. അപ്പൊ പുള്ളിക്ക് എന്നെ വലിയ ഇഷ്ടമായി. ഡെയിലി കാലത്ത് വരുമ്പോ ചിന്ന ദിലീപ് സാർ വാഗോ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഒരു ക്ലോസ് ഷോട്ട് എടുക്കണം എന്നൊക്കെ പറയുമ്പോ അതും ആ പടത്തിലും ഗുണം ചെയ്തത് ദിലീപേട്ടന്റെ പേര് പറഞ്ഞിട്ടാണ്. അപ്പൊ ഇടയ്ക്ക് വിളിക്കും ചിന്ന ദിലീപ് സാർ എന്താ വന്ന് ഒരു പി ഇങ്ങനെ വിളിക്കണം ഈ പാട്ടില്. അപ്പൊ ഞാൻ ശരി എന്ന് പറഞ്ഞിട്ട് പുള്ളി അതും അതുകൊണ്ട് കിട്ടിയതാ ആദ്യം. അല്ലെങ്കിൽ ആ ബസ്സിൽ ഒരു ക്രൗഡിന്റെ ഇടയിലായി പോയേനെ. പക്ഷെ കുറച്ച് ക്ലോസപ്പ് ഷോട്ടുകൾ കിട്ടി. പിന്നെ പോലീസ് സ്റ്റേഷനിൽ അടികൊള്ളണ കുറച്ച് സീനുകളൊക്കെ ഉണ്ട് അതിൽ. അത് എന്നെ സംബന്ധിച്ച് വലിയ വേഷമാണ്. അതില് തീരാത്ത കടപ്പാടുണ്ട് ബിബിൻ ജോർജിനോടും വിഷ്ണു കൃഷ്ണനോടും. അപ്പൊ അവരെ കുറിച്ച് പറഞ്ഞുകൊണ്ട് തന്നെ അവര് പറഞ്ഞ പോലെ തന്നെ അവരുടെ ഒരു വളർച്ച കണ്ട ഒരാളും കൂടിയാണല്ലോ. തീർച്ചയായിട്ടും ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണെന്ന് തോന്നുന്നല്ലേ രണ്ടുപേരും, ശ്രീധരനും കൂടെ അല്ലെ? നമ്മൾ ചെറുപ്പത്തിൽ കാണുമ്പോൾ ബിബിൻ ജോർജിനെ ഒക്കെ കണ്ടു പഠിക്കാനുണ്ട് നമ്മൾക്ക്. അത്രയും കഷ്ടപ്പെടുകയും ആ ഒരു കോൺഫിഡൻസ് ഒക്കെ ശരിക്കും നമ്മൾ കണ്ടിട്ടുണ്ട്. അന്നൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിച്ചിട്ടില്ല ഒരിക്കലും ഇത്രയും ഒരു സൂര്യയുടെ ഷൂട്ടിനൊക്കെ പോകുന്ന സമയത്ത് ഞാനന്ന് ചെറുതാണ് ഡാൻസിന് പോകുമ്പോ ബിബിൻ ചേട്ടനാണ് സ്ക്രിപ്റ്റ് ചെയ്യുന്നത്. ഏഷ്യാനെറ്റിൽ ഞങ്ങൾ മിന്നുന്താരം ചെയ്യാൻ പോകുമ്പോൾ ബിബിന്റെ ടീം അപ്പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ ഇടയ്ക്ക് കാണാറുണ്ടായിരുന്നു. പിന്നെ ആ ഒരു ഹാർഡ് വർക്ക് എന്ന് പറയുന്നത് ചില്ലറയല്ല. അങ്ങനെ അതിന്റെ ഒരു വിജയം തന്നെയാണ്. ദൈവം അത് കാണാതിരിക്കില്ല. അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് അവര്. അമർ അക്ബർ അന്തോണി സിനിമ ഇറങ്ങിയപ്പോൾ ഞാൻ റിലീസിന് തന്നെ പോയി കണ്ടിട്ട് ഞാൻ കണ്ണു നിറഞ്ഞ് ഞാൻ ബിബിനെ ഞാൻ വിളിച്ചിട്ടുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് അത്രയും അപ്പോഴും നമ്മൾ ആക്ടിങ്ങിലേക്ക് വരുമെന്ന് വിചാരിച്ചിട്ടില്ല. അത് കഴിഞ്ഞ് രണ്ടാമത്തെ പടത്തില് കട്ടപ്പന ഋതിക് വൻ ഹിറ്റായി വിഷ്ണുവിന്റെ പടം. അപ്പോഴും ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് ബിബിൻ ജോർജിന്റെ ഒരു പടം കാണണം. അതുപോലെ തന്നെ പഴയ ബോംബ് കഥ വന്നപ്പോ, അതിൽ മാർഗംകളി വന്നപ്പോ, പിന്നെ എനിക്ക് അതിലെ ബിബിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് എനിക്ക് യമണ്ടൻ പ്രേമകഥയിലെ വില്ലൻ വേഷമാണ്. എനിക്ക് ഒരു ആക്ടർ എന്നുള്ള ഇതിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അത് ഫൈറ്റും കാര്യങ്ങളൊക്കെ അത്രയും ഒക്കെ ചെയ്യാൻ പറ്റുന്ന നമുക്കൊക്കെ ഇനിയും പ്രതീക്ഷ തരുന്നത് ശരിക്കും പറഞ്ഞാൽ ബിബിനെയും വിഷ്ണുവിനെയും കാണുമ്പോഴാണ്. നമുക്ക് സിനിമയൊക്കെ ഇനിയൊരു പ്രതീക്ഷയായിട്ട് ഇനി നമുക്ക് കൊണ്ടു കിടക്കാം. സ്വപ്നമെങ്കിലും കാണാനുള്ള ഒരു യോഗ്യത ഉണ്ടെന്ന് തോന്നുന്ന അവരെ കാണുമ്പോഴൊക്കെയാണ്. ബിബിന്റെ മുന്നില്, ബിബിൻ ജോർജിന്റെ മുന്നില് മഴവിൽ മനോരമയുടെ ഷോയില് ഭാഗമായിരുന്നില്ലേ? ഇല്ല, ബിബിനെ ഉള്ളപ്പോ എനിക്ക് പോകാനായിട്ട് പറ്റിയിട്ടില്ല. ബിബിനെ ഉള്ളപ്പോ ഞാൻ പോയിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഞാൻ മറ്റു ചാനലിലൊക്കെ പോയിട്ടില്ല. അങ്ങനെ ഫേസ് ടു ഫേസ് ഞാൻ വേറെ ചാനലില് ഞാൻ വന്ന് പോയതിന്റെ പിന്നത്തെ ഷെഡ്യൂൾ മുതൽ ബിബിൻ വന്നിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് മിസ്സിങ്ങിനൊക്കെ അങ്ങനെ ചെയ്യാൻ പറ്റിയിട്ടില്ല ഇതുവരെ. ചെയ്തിട്ടില്ല. ഫാമിലി ഷോയിലായിരുന്നു ഇപ്പോഴത്തെ നമ്മുടെ പുതിയ ജിപിയുടെ പുതിയ അതില് ബിബിൻ ഉണ്ടായിരുന്നില്ല. ബിബിനായിട്ട് നല്ല അടുപ്പാണ്. ഇപ്പോ എന്റെ അച്ഛന്റെ 70ാം പിറന്നാളിന് ക്ഷണിച്ചിട്ട് വന്നായിരുന്നു. അതാണ് ഞാൻ ചോദിച്ചത്. അതൊക്കെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്താ പറയാ വന്ന വഴി മറക്കില്ല എന്നുള്ളൊരു ഒരു സംഭവം ഉണ്ട്. കാരണം അങ്ങനെ വന്ന് എനിക്ക് അവിടെ നാട്ടില് എന്താ പറയാ ഞാനൊക്കെ ഈ ഫീൽഡിൽ നിൽക്കുന്നതിൽ ഒരു അർത്ഥമുണ്ടായി. ഒരു സർപ്രൈസ് കൊടുക്കാൻ പറ്റി. അങ്ങനെയൊക്കെ ഒരു വലിയ അത്ര ബന്ധങ്ങൾ തന്നെയാണ് നമുക്ക് എപ്പോഴും ഈ ഒരു മേഖലയിൽ ഉള്ളത്. അവരെയൊക്കെ കാണുമ്പോൾ നമുക്ക് ഇനിയും പ്രതീക്ഷയുണ്ട്. കാരണം അവർ ഫൈറ്റ് ചെയ്ത് ഇത്രയും ഒക്കെ എത്തിയില്ലേ. നമുക്ക് കുറച്ചെങ്കിലും ഒന്ന് ഫൈറ്റ് ചെയ്ത് നോക്കാന്ന് തോന്നുന്നുണ്ട്. സത്യം പറഞ്ഞു ഞാനിപ്പോ ഒരു സിനിമയുടെ തിരക്കഥ കംപ്ലീറ്റ് ചെയ്ത് പല വാതിലുകൾ മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. പ്രൊഡ്യൂസർമാരായിട്ടും ഡയറക്ടേഴ്സിനൊക്കെ ആയിട്ടും. പക്ഷെ ഒന്നും അങ്ങനെ എത്തിയിട്ടില്ല. സ്ക്രിപ്റ്റ് കംപ്ലീറ്റഡ് ആണ്. 2.5 വർഷം 3 വർഷം കൊണ്ട് ഞാനും എന്റെ സുഹൃത്ത് ജോബി കൊടകര ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് 2.5-3 വർഷത്തോളമായിട്ട് അതിന്റെ പുറകിലാണ്. അപ്പൊ സ്ക്രിപ്റ്റിന്റെ പുറകിലാണ്. അത് കംപ്ലീറ്റഡ് ആയി. ഇനി അത് നടക്കില്ല എന്നുള്ളത് അതൊക്കെ ഒരു കോമഡിയാണോ അതല്ലെങ്കിൽ അതൊരു കോമഡി ഫാന്റസി ഹൊറർ ത്രില്ലർ എന്ന് വേണമെങ്കിൽ പറയാം. അതിന് കൊള്ളാലോ. അത് അറിയില്ല. അത് നമ്മള് എന്താ പറയാ നമ്മള് ട്രൈ ചെയ്യാണ്ടിരുന്നിട്ട് നമ്മൾ രക്ഷപ്പെടണില്ലല്ലോ. നമുക്ക് സിനിമയിൽ അവസരം കിട്ടുന്നത് നമ്മൾ പറഞ്ഞിട്ട് നമ്മൾ ശ്രമിച്ച് നമ്മുടെ ഭാഗം നമ്മൾ ചെയ്തു വെക്കുന്നുണ്ട്. ട്രൈ ചെയ്യുന്നുണ്ട്. കിട്ടിയാ കിട്ടി. നമ്മൾ ഒരു പണിയും എടുക്കാതെ ചുമ്മാ അങ്ങനെ ഇരുന്നിട്ട് ഞാൻ രക്ഷപ്പെടില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. നമ്മൾ മാക്സിമം പണിയെടുക്കുക. ഇനിയിപ്പോ നമ്മള് രക്ഷപ്പെട്ടില്ലെങ്കിൽ നമ്മളെന്നാലും വന്ന് എഴുതി വെച്ചല്ലോ. നടന്നില്ല നമുക്ക് ഭാഗ്യമില്ല എന്ന് പറയാം. ഒന്നും ചെയ്യാതിരുന്നിട്ട് നമ്മള് ഒന്നും പഠിക്കാണ്ട് നമ്മൾ പരീക്ഷ എഴുതിയിട്ട് ദൈവത്തിനോട് പ്രാർത്ഥിച്ചിട്ട് ജയിക്കുന്ന ഒരു ചരിത്രം ഉണ്ടായിട്ടില്ലല്ലോ ഇതുവരെ.